നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ ഇവ ഉള്ളിൽ പേറി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ, പണം വരുന്നില്ല, ജോലി നിലയ്ക്കുന്നു, കുടുംബത്തിലാണെങ്കിൽ സമാധാനമില്ല, ആരോഗ്യം മോശമാകുന്നു, എന്ത് ചെയ്താലും ഒരു തടസ്സം അവിടെ കാണുന്നു. ഇങ്ങനെ തോന്നുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 2026 മെയ് 17 ഈ ഒരു തീയതി ചില നക്ഷത്രജാതകരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ദിവസമാണ്. കാരണം ആ ദിവസം ശനി രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു വെറും ഗ്രഹമാറ്റമല്ല, ഇത് കർമ്മത്തിന്റെ കണക്ക് തുറക്കുന്ന സമയമാണ്. ഭാഗ്യമുള്ളവർക്ക് വലിയ ഉയർച്ചയും, എന്നാൽ ചിലർക്ക് ഒരുപാട് കഷ്ടതകൾ, ദുരിത ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയം. എന്തൊക്കെ ചെയ്തിട്ടും, എവിടെയൊക്കെ നേർച്ചകൾ നേർന്നിട്ടും, ഏത് ജ്യോതിഷനെ പോയി കണ്ടിട്ടും പ്രയോജനം കിട്ടാത്ത ചില നക്ഷത്രജാതകർ. ഇത് വലിയൊരു മുന്നറിയിപ്പിന്റെ സമയമാണ്, വലിയ പരീക്ഷണത്തിന്റെ സമയമാണ്. ഈ 7 നക്ഷത്രജാതകർ ഇത് ശരിക്കും കേൾക്കേണ്ട കാര്യം തന്നെയാണ്. മെയ് 17 ശേഷം ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഈ 7 നക്ഷത്രജാതകർ. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ നക്ഷത്രജാതകരുടെ സമയം അത്ര അനുകൂലമല്ല. ഞാനീ പറയുന്ന നക്ഷത്രജാതകർ ഒരുപക്ഷെ നിങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അറിയുന്ന നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനാകാം. പക്ഷെ തീർച്ചയായും ഇതിവർക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വിവരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചേക്കാം. ശനി എന്നാൽ കർമ്മഫലദാതാവാണ്. നീതിയുടെ ഗ്രഹമാണ് ശനി. ശനി ശിക്ഷിക്കുന്നില്ല, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മളിലേക്ക് തിരികെ നൽകുകയാണ് ശനി ചെയ്യുന്നത്. നാം ചെയ്ത തെറ്റുകൾ, നാം വേദനിപ്പിച്ച ആളുകൾ, നാം അവഗണിച്ച ധർമ്മം, അതിൻ്റെയൊക്കെ ഫലം ശനി നമ്മെ അനുഭവിപ്പിക്കും. അത് ഉറപ്പാണ്, സത്യമാണ്. മെയ് 17 ശനി രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ഊർജമാറ്റം സംഭവിക്കും. രേവതി മീനൻ രാശിയിലെ അവസാന നക്ഷത്രം, സംരക്ഷണത്തിന്റെ നക്ഷത്രം, വഴികാട്ടലിന്റെ നക്ഷത്രം. ഇതാണ് രേവതി. പക്ഷെ ശനി ഇവിടെ എത്തുമ്പോൾ ചിലർക്ക് വഴിതെറ്റാം, വിശ്വസിച്ചവർ ചതിക്കാം, അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വരാം. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, തയ്യാറാകാൻ പറയുന്നതാണ്. ശനി വരുന്നത് തകർക്കാനല്ല, ഉറപ്പിക്കാനാണ്. പക്ഷെ ആ ഉറപ്പ് കിട്ടാൻ ചില പരീക്ഷണങ്ങൾ കടന്നു പോകണം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ചൊവ്വാഴ്ച പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. അല്പം കരുതിയിരിക്കേണ്ട, അല്പം പ്രയാസം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ സമയമാണ്. ശനി നേരിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ എത്തുന്നു. 7.5 ശനിയുടെ തുടക്കഘട്ടം ആരംഭിക്കുന്നു. എന്തായിരിക്കും ഫലം? മനസ്സ് വളരെ ക്ഷീണിക്കും, ഉറക്കം കുറയും, ഒരുപാട് ചിന്തകൾ വരും, പണം വരേണ്ടിടത്ത് തടസ്സം വരാം, ജോലികൾ വൈകാം, കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടി. കാൽമുട്ടുവേദന, സന്ധിവേദന,
വാദം, കണ്ണിന് പ്രശ്നങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് രേവതി നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഈ സമയത്ത് വലിയ തീരുമാനങ്ങൾ എടുക്കരുത്, പുതിയ ബിസിനസ് തുടങ്ങരുത്, സ്വത്തുക്കൾ വിൽക്കരുത്. ക്ഷമ വേണം, ധൈര്യം വേണം. ഒരു കാര്യം മനസ്സിലാക്കുക, ശനി നിങ്ങളെ തകർക്കുന്നില്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ്. ക്ഷേത്രദർശനം നടത്തണം, ശനീശ്വരനെ പ്രാർത്ഥിക്കണം, നവഗ്രഹ പൂജ നടത്തണം. ഇതൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഞാനീ പറയുന്നത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ വർഷഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം, മറുപടി തരും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. മെയ് 17 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കും. ആത്മവിശ്വാസം കുറയാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തി തോന്നാതിരിക്കാം, ജോലിയിൽ അംഗീകാരം വൈകാം, പണം വരും പക്ഷേ അത് നിലനിൽക്കില്ല, ചിലവ് കൂടും, ആരോഗ്യത്തിൽ പ്രശ്നം, തലവേദനയുണ്ടാകുക, ഉറക്കക്കുറവ് വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാക്കുകൾ നിയന്ത്രിക്കണം. കുടുംബത്തിൽ വാക്ക് തർക്കം വലിയ പ്രശ്നമാക്കാം. ഈ സമയത്ത് നിശബ്ദത നിങ്ങളുടെ വലിയ ശക്തിയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണം, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ ധാര, പിൻവിളക്ക്, കൂവളമാല. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കും പരീക്ഷണ സമയം ആരംഭിക്കുന്നു. കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ്. ജോലിയിൽ സ്ഥലമാറ്റം വരാം, പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാം, പണം അനാവശ്യ ചെലവുകൾ കൊണ്ട് കുറയാം, കടം കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കണ്ണ്, വാതം, പിത്തം ഇവ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ജാഗ്രത വേണം. ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക കൂടി വേണം. ഈ സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത്. വിശ്വസിച്ച ആളുകൾ പോലും നിങ്ങളെ ചതിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട കാര്യമാണ്. അഷ്ടമശനി ആരംഭിക്കുന്നു. ജ്യോതിഷത്തിൽ അഷ്ടമശനി എന്നത് ഏറ്റവും കഠിനമായ ഘട്ടങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരാം, ആരോഗ്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരാം, ശസ്ത്രക്രിയ വരെ ആവശ്യമായി വരാവുന്ന സമയം. അതുപോലെ തന്നെ ജോലിയിൽ പ്രശ്നങ്ങൾ, സ്ഥലം മാറ്റം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ധനപരമായും ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ സംഘർഷം ഉണ്ടാകുക, വിവാഹിതർ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. നമ്മളൊന്നിനും അങ്ങോട്ട് പോകണ്ട, പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ കണ്ടെത്തി നമ്മളെ ക്രൂശിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ ക്ഷേത്രദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം, മുന്നോട്ട് പോകണം. ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കോടതി കേസുകൾ വരാം, അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം, കേസ് തർക്കങ്ങൾ വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നിരിക്കുക. അതുപോലെ കോപം നിയന്ത്രിക്കുക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇരുമ്പ് ഉരുകിയാണ് വജ്രമാകുന്നത്. ഈ കാലം നിങ്ങളെ ശക്തമാക്കും, ഉറപ്പാണ്. മകനക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം ജാതകരും അഷ്ടമശനിയുടെ സ്വാധീനത്തിലാണ്. പണം തടസ്സപ്പെടാം, പ്രതീക്ഷിച്ച ലാഭം വൈകാം, ജോലിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദം വരാം, കഴിവ് തെളിയിക്കേണ്ട സാഹചര്യമുണ്ടാകും, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം, വയറുമായി ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പങ്കാളിത്ത ബിസിനസ്സിൽ ജാഗ്രത വേണം, രേഖകൾ വായിക്കാതെ
ഒപ്പിടരുത്. വിശ്വാസം മാത്രം ഒന്നിനും മതിയാകില്ല എന്ന സത്യം മനസ്സിലാക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി തിരിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം മൂലമാണ്. കണ്ടകശനിയുടെ തുടക്കമാണ് ഇത്. വീട്, കുടുംബസമാധാനം, അമ്മയുടെ ആരോഗ്യം, വാഹനം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീട്ടിൽ ഐശ്വര്യം കുറയാം, മനസ്സ് അസ്വസ്ഥമാകാം, എന്ത് ചെയ്താലും സംതൃപ്തി തോന്നാതിരിക്കാം. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണ്ടുന്ന സമയം, അപകട സാധ്യതയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക മൂലം നക്ഷത്ര ജാതകർ. ഈ സമയത്ത് പുതിയ വീട് വാങ്ങരുത്, പുതിയ ലോൺ എടുക്കരുത്, പ്രാർത്ഥന കൈവിടരുത്, ഈശ്വരനെ പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാലം കടന്നു പോകും, ഉറപ്പാണ്, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ കരുതിയിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുടെ സമയം വളരെ മോശമാണ് എന്നല്ല. അപ്പോൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഭാഗ്യം നിങ്ങളെ കനിയും. അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും പ്രാർത്ഥനയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.